മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എന്റെ പൊന്നു മക്കളെ, 9ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി. അതോടൊപ്പം തന്നെ വെക്കേഷൻ കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ചിലപ്പോൾ ട്യൂഷന് പോകുന്നുണ്ടാവും, അതല്ലെങ്കിൽ നമ്മളെ സൈലത്തിന്റെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും പെടാതെ കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കേഷൻ ആഘോഷിച്ച് അങ്ങനെ സിനിമയും ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിച്ചിങ്ങനെ വെറുതെ കറങ്ങി നടക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരോട് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. അവരോട് മാത്രമല്ല, 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇനി 10ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ 9ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായിട്ടുള്ള മുഴുവൻ കുട്ടികളോട് ഞാൻ ചെറിയൊരു കാര്യം കൂടി ഞാൻ പങ്കുവെക്കട്ടെ. മക്കളെ, 10ാം ക്ലാസ്സിലേക്ക് എത്തി, ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറി. കുറേ കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കണ്ടിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല. ചില സ്കൂളുകളിലൊക്കെ ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലേ? അപ്പൊ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കാണാത്ത കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടുത്താണ്. പല കുട്ടികളും ഈ ഒരു തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ടോ? അങ്ങനെ ആലോചിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്ന എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് മുഴുവൻ മാർക്ക് നേടാൻ പറ്റുക, എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയും. അപ്പോൾ ഗായ്സ്, മാക്സിമം ഞാൻ പറയുന്ന വാക്കുകളിലേക്കും ഈ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞതാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടില്ലേ ഒരു PDF ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാൻ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിന് നമ്മൾ ഫിസിക്സിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ആ ഫസ്റ്റ് പാർട്ടിനകത്ത് നമുക്ക് 4 ചാപ്റ്ററുകളാണ് വരുന്നത്. ഒന്ന് സൗണ്ട് വേവ്, പ്രകാശ്, അതായത് സൗണ്ട് വേവ്സ് ആണ്, ശബ്ദ തരംഗങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇതിലേക്ക് നോക്കൂ, ലെൻസസ്, അല്ലെ, ലെൻസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ, അല്ലെ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ചാപ്റ്റർ ആണ്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. മക്കളെ, നമുക്ക് ഫിസിക്സിനകത്ത് പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇപ്പൊ നിലവിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതിനകത്ത് 4 ചാപ്റ്ററാണ് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് മാത്രമാണ് പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി 3 ചാപ്റ്ററും പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് കണ്ടന്റ് ഉള്ളെങ്കിൽ ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്ത് ചെയ്തു, ഒരുപാട് കണ്ടന്റുകൾ എന്ത് ചെയ്തു, ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം, കൺസെപ്റ്റ് അറിയാതെ ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ആണ് കഴിഞ്ഞ വർഷങ്ങൾ 9ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയല്ലേ, നമ്മൾ ഫിസിക്സിന്റെ എക്സാം കുറേ കുട്ടികൾ എന്ത് ചെയ്തു, പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ സാറേ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. കാരണം എന്താ അറിയോ, പരീക്ഷന്റെ തലേന്നുള്ള ഒരു ലൈവ് ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് ആയില്ല. കാരണം എന്താ അറിയോ, നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ അറിയണം. ആ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു പോയിന്റുകൾ കറക്റ്റ്, ആ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് മാറിപ്പോ. അതുകൊണ്ട് എന്റെ കൂട്ടരെ വെറുതെ കറങ്ങി നടക്കരുത്, ശ്രദ്ധിച്ചോളൂ. എന്താണ് ഇനി മൂന്നാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ മുതലൊക്കെ പഴയതാണെന്ന് പറഞ്ഞാൽ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്സ് എന്നാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഏറ്റവും അവസാനം പഠിച്ച ചാപ്റ്റർ സൗണ്ട് ആയിരുന്നു, അല്ലേ? പക്ഷെ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമുള്ളായിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും അത് വലിയ ചാപ്റ്ററായി മാറി. മക്കളെ, ഒരു ചാപ്റ്റർ, നമ്മൾ 1ാമത്തെ ചാപ്റ്റർ ഇതാണ്. ഇത് നോക്കിട്ടോ, നോക്കൂ, ഞാൻ ജസ്റ്റ് ഇതിന്റെ പേജുകളൊക്കെ ഒന്ന് കാണിച്ചുതരാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ചാപ്റ്റർ ഒരു കുട്ടികളിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ്. 20ഓളം പേജുകളാണ് നമുക്ക് ആദ്യത്തെ ഒരു ചാപ്റ്റർ തീരാനുള്ളത്. ഈ 20 പേജ് എന്ന് പറഞ്ഞാല് അതിനകത്തൊരു 1.5 പോയിന്റ്. അതിനുശേഷം ലെറ്റേഴ്സ് കണ്ടില്ലേ, ഇവിടുന്ന് നമുക്ക് ഏകദേശം കണ്ടില്ലേ 10 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസിൽ ഒരു 2 ചോദ്യങ്ങളും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് സൗണ്ട് എന്ന ആ ഒരു ഫസ്റ്റ് സൗണ്ട് വേവ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ, ശബ്ദ തരംഗങ്ങൾ എന്ന ആ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് ഓസിലേഷൻ തുടങ്ങി ഏറ്റവും അവസാനത്തെ സുനാമി വേവ്സ് വരെ നമുക്ക് 22 മെയിൻ പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഈ 22 മെയിൻ പോയിന്റ് ഒക്കെ എന്റെ മക്കളെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ആ കൺസെപ്റ്റുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് എന്താ അറിയോ, ഇതിനകത്ത് സൗണ്ടിന്റെ പ്രത്യേകത ഇങ്ങനെ ഒരു ഗ്രാഫ് ഒക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഫ്രീക്വൻസി, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, അതോടൊപ്പം തന്നെ എന്താണ് അതിന്റെ സ്പീഡ് ഓഫ് വേവ്, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള ഫുള്ള് ഗ്രാഫും അതിന്റെ സൈക്കിളും ലോഞ്ചിറ്റ്യൂഡ് വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മളെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ
ചാപ്റ്റർ തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ മാക്സിമം എന്ത് ചെയ്യാം, ഇതിനകത്ത് കൺസെപ്റ്റ് പഠിച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ ലെൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കോൺകേവും കോൺവെക്സ് ഒക്കെ കേൾക്കാം അല്ലെ, അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രത്യേകത നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ആ ലെൻസുമായി ബന്ധപ്പെട്ട അതിന്റെ ഫോക്കസുകൾ, അതോടൊപ്പം തന്നെ ഇമേജുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു, കണ്ടില്ല, പൊസിഷൻ ഓഫ് ഇമേജ്, അങ്ങനെ കുറെ 6-7ഓളം നമുക്ക് ഇമേജുകൾ ഫോം ചെയ്യുന്ന ചിത്രങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. F = UV / U - V എന്നുള്ള ഇക്വേഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ മാഗ്നിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്റർ. അപ്പോൾ കൂടുതൽ പ്രോബ്ലങ്ങളും ചിത്രം വരയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളെ ലെൻസ് എന്നുള്ളതിൽ വരുന്നത്. ഇതിൽ അധികമായിട്ട് വന്നിട്ടുള്ള കാര്യം ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, +1 നും +2 നും പഠിക്കുന്ന ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഒക്കെ എന്ത് ചെയ്തു, ഇതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അതാണ് നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ, ലെൻസുകളെ കുറിച്ചുള്ള പഠനം, കോൺകേവും കോൺവെക്സും. അവിടെ ഇക്വേഷനും അതേപോലെ തന്നെ ഇമേജ് ഫോർമേഷനും പിന്നെ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്ന് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് കുറെ പ്രോബ്ലങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലെറ്റർ സെഷനകത്ത് വരുന്നുണ്ട്. ഒരുപാട് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ ഒരു പക്ഷേ ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ, ദ വേൾഡ് ഓഫ് കളർ വിഷൻ. ഇത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ അതേ ചാപ്റ്റർ തന്നെ. പക്ഷെ ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്ന എന്താ ചോദിച്ചാൽ, ഇതിനകത്ത് കളർ കോമ്പിനേഷൻ, നമ്മൾ എങ്ങനെയാണ് ഡിസ്പേഴ്സൺ, നമ്മളെ റെയിൻബോ എങ്ങനെ ഫോം ചെയ്യുന്നു, ആകാശം എങ്ങനെ നീല നിറത്തിൽ കാണുന്നു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇവിടെ കളർ കോമ്പിനേഷന്റെ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അതായത് ആ കളർ കോമ്പിനേഷനൊക്കെ ഏതൊക്കെ രീതിയിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഫ്ലഡ് ലൈറ്റ് കളി ഫുട്ബോൾ നടക്കുകയാണ്. അപ്പൊ ഒരു സോഡിയം വേപ്പർ ലാമ്പിന്റെ ഒരു ഫ്ലഡ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ താഴെയുള്ള പച്ച കളറുള്ള ജേഴ്സി ഏത് നിറത്തിൽ കാണുന്നു, അല്ലെങ്കിൽ റെഡ് കളറുള്ള ജേഴ്സി ഏത് നിറത്തിൽ, അങ്ങനത്തിലുള്ള ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ ഒരു തേർഡ് ചാപ്റ്ററിന്റെ പ്രത്യേകത. പിന്നെ അതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതൊക്കെ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, അല്ലെ, മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു തേർഡ് ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ എക്സ്പെരിമെന്റ് ആണ്, പ്രോബ്ലം അല്ല. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ചെറിയ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഫുൾ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്, 3, 4 നമുക്ക് പ്രോബ്ലം വരുന്നില്ല. മൂന്നാമത്തെ ചാപ്റ്റർ കളർ കോമ്പിനേഷൻ പഠിക്കണം. പക്ഷെ നാലാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ മക്കളെ, ഫുൾ എക്സ്പെരിമെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് തന്നെ നമ്മൾ തിയറിറ്റിക്കലായി പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡുകളൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഇതാണ് നമ്മളെ നാലാമത്തെ ചാപ്റ്റർ. നോക്കൂ, എല്ലാ ചാപ്റ്ററുകളും ഏകദേശം ഒരു 20ഓളം പേജുകൾ വരുന്നുണ്ട്. 4 ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ 4 ചാപ്റ്ററിൽ ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. ഈ കണ്ടന്റുകളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സ് ഇപ്പൊ പഴയ പോലെ അല്ല, ഓരോ ചോദ്യങ്ങളും ടൈറ്റാക്കി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ പൊതുവെ ഫിസിക്സും മറ്റ് സബ്ജക്റ്റുകളെ പോലെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല മക്കളെ. അപ്പൊ നിങ്ങൾ ഈ കറങ്ങി നടക്കുന്ന, കളിച്ച് ചിരിച്ച് നടക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാം, ക്രിക്കറ്റ് കളിക്കാൻ പോവാം, സിനിമയ്ക്ക് പോവാം, എന്തിനു പോവാം. പക്ഷെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കും കൂടി ചെയ്താലോ, അത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിനാണ് നമ്മളെ സൈലത്തിന്റെ ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്നത്. നമ്മളെ സൈലത്തിന്റെ ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ 10ാം ക്ലാസ്സിന്റെ ഓൺലൈൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്രയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ എന്ത് ചെയ്തു, സ്വാഗതം ചെയ്യുന്നു. ഈ ചാപ്റ്ററുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, വളരെ സുന്ദരമായി, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, നിങ്ങൾ പോലും അറിയാത്ത രൂപത്തിൽ പഠിച്ചു വരുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 20 പേജല്ല, ഇനി 80 പേജായാലും 10 ചാപ്റ്റർ ആയാലും കുഴപ്പമില്ല, നമ്മൾ എല്ലാ ചാപ്റ്ററുകളും എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് നമ്മൾ സന്തോഷത്തോടെ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇനി സമയം കളയാതെ, ഇത്രയും കാലം നിങ്ങൾ കളിച്ച് ചിരിച്ച് നടന്നു, ഇനി എന്ത് ചെയ്യുക, കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാം. ആ പഠനത്തോടൊപ്പം തന്നെ കൂട്ടത്തിൽ കളിയുമാവാം. സ്കൂൾ തുറക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓണപരീക്ഷയ്ക്കുള്ള എല്ലാ ഭാഗങ്ങളും പഠിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ക്ലാസ് പോയിരിക്കുന്നു. മറ്റു കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ സ്റ്റാർ ആവുന്നു, ഉത്തരങ്ങൾ പറഞ്ഞ് സ്റ്റാർ ആവുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത്,
ഉടൻ തന്നെ ഇതെപ്പോഴാണോ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സന്തോഷത്തോടെ ആഘോഷത്തോടെ പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു അസ്ത്ര ബാച്ച് വെച്ച് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഇനി നോക്കിക്കോളൂ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓർത്തു വയ്ക്കുക, 4 ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്ററാണ്. ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്, പ്രോബ്ലങ്ങൾ ചെയ്യാനുണ്ട്, ഗ്രാഫ് പോലുള്ള വേവ്സുകൾ തന്നിട്ട് അതിനകത്ത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, കണ്ടെത്താനുണ്ട്. അതുപോലെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് സൗണ്ട് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്ന ഒരു വളരെ അടിപൊളിയായിട്ടുള്ള നല്ല കണ്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളെ ഫിസിക്സിന്റെ. അതുകൊണ്ട് തന്നെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇനി കാണാത്തവരാരും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഏതൊക്കെ ചാപ്റ്ററിന്റെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്താൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കേടാ, ടാറ്റാ, ബൈ ബൈ.